ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭ്രാന്ത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനൊരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത്? അല്ല, അവര് പറയുന്നത് കള്ളത്തരാണെന്ന് മാഡത്തിന് എന്താ ഉറപ്പ്? എന്നാ മോളെ അമ്മയോടൊപ്പം വന്ന് താമസിക്കാം? എന്നാ അമ്മ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയണ്ടേ? ഇപ്പം ആരോടൊന്നും പറയണ്ട. അച്ഛനമ്മയ്ക്കും അത്ര വലിയ വിഷമം താങ്ങാൻ പറ്റില്ല. എന്നും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാനാണോ? അത് പറ്റില്ല. മോള് കാണുന്നത് പോലെയൊന്നും അല്ല അമ്മ. അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക്. ഇനി എത്ര കാലം അമ്മ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആ പിന്നെ മോളെ, മറ്റന്നാൾ നല്ലൊരു ദിവസം. മോളുടെ പേരില് അമ്മയൊരു പ്രത്യേക പൂജ നേർന്നിട്ടുണ്ട്. പൂജ നടക്കുമ്പോ മോള് കൂടി അമ്മയോടൊപ്പം ഉണ്ടാവണം. തിരുമേനി പറഞ്ഞത്. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറയാതെ കുട്ടി. പൂജയുടെ മുഹൂർത്തത്തിന് അവിടെ ഒന്നുണ്ടായാ മതി. അപ്പൊ പിന്നെ ഐശ്വര്യ മേഡത്തിന് കുറെ കാലത്തേക്ക് സമാധാനമായിരിക്കാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന വിഷമം കണ്ടു പറഞ്ഞതാ. ഒന്ന് സമ്മതിക്കും മോളെ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അമ്മ മോളോട് പറയാറുള്ളൂ. വരില്ലേ ഇനി? വരാം. എങ്കി സമയം കളയണ്ട. സ്കൂളിലെ ചിട്ടയോടെ പോകുന്ന കുട്ടിയല്ലേ, പൊയ്ക്കോളൂ. മോളെ, പൂജയുടെ കാര്യം മറക്കല്ലേ. ഇല്ല. ഒട്ടും അടുക്കുന്നില്ലല്ലോ മേഡം. അവളെ ഒരു കൃഷ്ണഭക്തയാ. അവളുടെ മനസ്സിലേക്ക് പിടിച്ചു കയറാനുള്ള മാർഗവും അത് തന്നെയാ. പൂജയ്ക്ക് അവള് വരും, സോണിയെ നോക്കിക്കും. മിക്കവാറും ആ നടയിൽ വെച്ചായിരിക്കും അവൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോ വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിട്ട് തന്നാ അവള് വേണമെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കും മോൾക്കും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ സ്വത്ത്? അത് ഐശ്വര്യക്ക് സ്വന്തമാവട്ടെ. ഇല്ല മാഡം, ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോവാ. വാ മോളെ, ഇവിടെ ഇരിക്കേ. ഞാനിവിടെ നിന്നോളാം മാഡം. മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാവുമ്പോഴാണല്ലോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് പോവാൻ തോന്നുന്നു. അല്ല, എനിക്കൊരു കുഴപ്പമില്ല മാഡം. അമ്മയോടാണോ ഈ പറയുന്നത്? ഈ മുഖം കണ്ട എനിക്കറിയില്ലേ. രാധിക ചിരിച്ചാലും കരഞ്ഞാലും അതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഫിദ മാഡം പറയും. ആദ്യം ഈ വിഷമം എന്താണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. എന്താ വിഷമോന്ന് പറ. സങ്കടങ്ങൾ എന്നെ തേടി തേടി വന്നോണ്ടിരിക്കുക. നിൽക്കുന്നിടത്ത് സ്വസ്ഥതയില്ല, നടക്കുന്ന വഴി പോലുമില്ല. അനാഥയായ ഒരു കുഞ്ഞിന് സ്വന്തം അമ്മ കൺമുന്നിൽ വന്നു നിന്ന ഒരുപാട് സന്തോഷം തോന്നില്ലേ? അല്ല മാഡം,
അച്ഛനെ അമ്മയുടെ നടുക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ പ്രസവിച്ച അമ്മ ആരാണെന്ന്. എന്തിനാ അമ്മ എന്നെ വലിച്ചെറിഞ്ഞത്? അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മുന്നിൽ വന്നു നിന്ന അവരോട് ചോദിക്കാൻ വേണ്ടി കുറെ ചോദ്യങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ അമ്മ ആരാണെന്ന് മാഡത്തിന് അറിയോ? എന്നെ പ്രസവിച്ച അമ്മ. അത് മോളെ അത് അവരെ ഞാൻ കണ്ടു. കുറച്ചുനാൾ മുൻപ് ഞാൻ കണ്ടു തുടങ്ങിയത്. ഇന്നും ഇപ്പോഴും ഞാൻ കണ്ടു. മോളെ മോള് പറഞ്ഞു വരുന്നത്? അതെ, എന്റെ അമ്മ അങ്ങ് പറഞ്ഞൊരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നു. എന്നെ നഷ്ടപ്പെട്ട കഥ അവരെന്നോട് പറഞ്ഞു. അവര് ഇത്രയും കാലം എന്നെ തേടി നടക്കുമായിരുന്നെന്നും പറഞ്ഞു. അവര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയോ? മോള് പറയുന്നത് വേറൊരു സ്ത്രീ മോളുടെ അടുത്ത് വന്നു എന്നാണോ? അതെ അതെ മാഡം, അവര് സ്ഥിരമായിട്ട് എന്റെ പുറകെ തന്നെ ഉണ്ട്. അവർക്ക് എന്നെ വേണം, കൂടെ കൊണ്ടുപോയി നിർത്തണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ടേ? മോള് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നോ? ഞാൻ വിശേഷിച്ചൊന്നും ചോദിച്ചില്ല മാഡം. ഏതോ ഒരു ഭ്രാന്തി കൺമുന്നിൽ വന്നു നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അങ്ങനെ ഞാൻ കരുതിയുള്ളൂ. അതെ, ആയിരിക്കും. ഭ്രാന്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനൊരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത്? അല്ല, അവര് പറയുന്നത് കള്ളത്തരാണെന്ന് മാഡത്തിന് എന്താ ഉറപ്പ്?